സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓട്ടോക്യാഡിന്റെ ഫൈനൽ ക്ലാസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇതുവരെയുള്ള ക്ലാസ്സസ് ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. 7 ക്ലാസ്സസ് നമ്മൾ മുന്നേ എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം ക്ലാസ് 8 ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇന്നത്തോട് കൂടിയിട്ട് നമ്മൾ ഓട്ടോക്യാഡിന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ഒരു സെക്ഷനും കൂടെ വെക്കുന്നുണ്ട് ലാസ്റ്റിലേക്ക്. അപ്പം ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ അതിൻ്റെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സെക്ഷനിൽ എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് വീക്ക്ലി 3 days ആയിരിക്കും. മൺഡേ ഉണ്ടാവും, അതുപോലെ തന്നെ വെനസ്ഡേ ഉണ്ടാവും, ഫ്രൈഡേ ഉണ്ടാവും. അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ലാസ്റ്റ് ഡേറ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിലായിരിക്കും അതിൻ്റെ ഇടയിൽ വീഡിയോസ് ഉണ്ടാവുക. അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ സെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോസ് ആയിട്ടും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഈ ഒരു അപ്ലോഡ് ചെയ്യുന്ന 3 ദിവസങ്ങളിൽ നിങ്ങൾക്ക് കറക്റ്റ് വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ, കറക്റ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചെങ്കിലേ ഉള്ളൂ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു ഷെഡ്യൂളിലാണല്ലേ, ടൈം ടേബിൾ നിങ്ങൾ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയേണ്ട. നമ്മളിപ്പം ഓട്ടോക്യാഡ് ആണെങ്കിൽ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമ്മൾ RCCൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ RCCൻ്റെത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അടുത്തൊരു സെക്ഷൻ ഉണ്ടാവുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പം ഓൾറെഡി ഒരു ടൈം ടേബിൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കാര്യങ്ങളും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നിമ്മീൻ്റെ സീരീസും ഗ്രേഡ് 1ൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ സീരീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മെയിൻ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് നമ്മളുടെ ടൈം ടേബിൾ പ്രകാരമുള്ള ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നതിലായിരിക്കും. പിന്നെ നമ്മളെ ഈ ഒരു ക്ലാസ്സിൻ്റെ സെക്ഷനുമായിരിക്കും. ബാക്കിയെല്ലാം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ക്ലാസ്സസ് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു കറക്റ്റ് ക്ലാസ് ടൈമിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ 7 മണിക്കായിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെല്ലൈക്കൺ ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു 3 days നമ്മൾ വീഡിയോസ് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ക്ലാസ് നിങ്ങൾ വിട്ടു പോകാണ്ട് കറക്റ്റ് തന്നെ കാണുക. അപ്പം ഒരു വീഡിയോ കാണാണ്ട് ഇപ്പം ഓട്ടോക്യാഡ് ക്ലാസ് 8 ആണല്ലോ ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. അപ്പം 7 കാണാണ്ട് 8 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല അല്ലേ. നമ്മൾ ഓരോ കാര്യങ്ങളും അതിൻ്റെ അനുസരിച്ചിട്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ക്ലാസ് കാണുന്നതിൻ്റെ കൂടെ തന്നെ നോട്ട്സും കൂടെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കുറച്ച് കീ സ്ട്രോക്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ നിമ്മിയിലുള്ള കുറച്ച് കീ സ്ട്രോക്സും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൂടാണ്ട് കുറച്ച് കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ബാക്കി വേറെയുള്ള കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞെന്നുള്ള ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ഫങ്ഷണൽ കീസ് ആയിരുന്നില്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓരോ ഫങ്ഷണൽ കീ പറയുന്ന സമയത്ത് നിങ്ങൾക്കത് ഏതാണ് ഓർമ്മ കിട്ടുന്നുണ്ടോ നോക്കുക. F5 അല്ലേ. F5 എന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതായിരുന്നു? F5 എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് F5 ഫങ്ഷണൽ കീ നമ്മൾ യൂസ് ചെയ്യുന്നത്? F5 അല്ലേ. F5 നമ്മൾ യൂസ് ചെയ്യുന്നത് ഐസോപ്ലെയിൻ ആണ് അല്ലേ. F5 ഐസോപ്ലെയിൻ ആണ്. ഐസോപ്ലെയിൻ മോഡ് ഓൺ ആക്കാനായിരുന്നു അല്ലേ. അപ്പം ഐസോപ്ലെയിൻ മോഡ് എന്നുള്ളത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ F8 അല്ലേ. F8 കീ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതായിരുന്നു? F8 അല്ലേ. F8 ഫങ്ഷണൽ കീ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്? F8 ഓർത്തോ അല്ലേ. ഓർത്തോ ഓൺ ഓർ ഓഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ F8 യൂസ് ചെയ്യുന്നത്. ഇതുപോലെ 12 ഫങ്ഷണൽ കീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും കണ്ടിട്ടില്ലാത്തവർ പോയി നോക്കുക. പിന്നെ നമ്മൾ കുറേ ഇതുപോലെ തന്നെ കീ സ്ട്രോക്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ സെയിം കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഓരോ കീ സ്ട്രോക്സും അതിൻ്റെ ഫംഗ്ഷനും നമുക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഇതൊക്കെ ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുന്നതാണ്. നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനില്ല. പിന്നെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഒരു കാര്യം മൈൻഡിൽ സെറ്റ് ആവും അല്ലേ. അങ്ങനെ തന്നെ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ക്യൂ സേവ് അല്ലേ. ക്യൂ സേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉണ്ട് അല്ലേ. സേവ് കറണ്ട് ഡ്രോയിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ കൺട്രോൾ ക്യൂ അല്ലേ. കൺട്രോൾ ക്യൂ എന്ന് പറയുന്നത് എക്സിറ്റ് ആണ്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കൺട്രോൾ എ എന്ന് പറഞ്ഞാൽ സെലക്ട് ഓൾ ഒബ്ജക്റ്റ് ആണ് വരുന്നത്. പിന്നെ കൺട്രോൾ യു എന്ന് പറയുന്നത് അണ്ടർലൈൻ ദ സെലക്റ്റഡ് ഒബ്ജക്റ്റ് ആണ്. പിന്നെ കൺട്രോൾ എസ് എന്ന് പറഞ്ഞാൽ സേവ് ഡ്രോയിങ് ആണ്. പിന്നെ കൺട്രോൾ ടാബ് അല്ലേ. കൺട്രോൾ ടാബ് എന്ന് പറഞ്ഞാൽ സ്വിച്ച് ടു നെക്സ്റ്റ് ആണ്.
പിന്നെ അതുപോലെ തന്നെ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ടാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റ് ടു പ്രീവിയസ് ഡ്രോയിങ് അല്ലെ, പ്രീവിയസ് ഡ്രോയിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ടാബ്. ഈ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ടാബ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അറിയണ്ടല്ലേ, നമ്മളെ കീബോർഡ് നോക്കിക്കഴിഞ്ഞാൽ കീബോർഡിൽ ഓരോ കീസ് ആയിട്ട് നിങ്ങൾക്ക് കാണാം അല്ലേ, അതിൻ്റെതാണ് നമ്മൾ ഈ പറയുന്നത്. അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതന്നേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് വണ്ണാണ് ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ് അല്ലേ. ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ് എന്താണ്, റിമൂവ് ദ സെലക്റ്റഡ് ഐറ്റം ആണ്. അപ്പം ഒക്കെ നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ക്യൂ സേവ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൺട്രോൾ പ്ലസ് ക്യൂ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൺട്രോൾ പ്ലസ് എ ഒക്കെ മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് മാത്രം പഠിക്കാൻ നിൽക്കണ്ട, നമ്മൾ പഠിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും കൂടെ പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് അവിടുന്ന് സെറ്റ് ആവുമല്ലോ. അപ്പം നിങ്ങളിപ്പം പ്രീവിയസ് ഇയറിൽ ചോദിച്ചത് മാത്രം പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നല്ലൊരു റാങ്ക് നേടാൻ പറ്റില്ല അല്ലേ. പിന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവുന്നതായിരിക്കും. എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ. അപ്പം ആ സെക്ഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫങ്ഷണൽ കീ സ്ട്രോക്കിൻ്റെ നമുക്ക് നോക്കാനുള്ളത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് നമ്മളെ സ്ക്രീന് മാനേജ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കീസ് അല്ലേ, കീ സ്ട്രോക്സ് ആണ് നോക്കാനുള്ളത്. അപ്പം അതിൽ ഫസ്റ്റ് വണ്ണാണ് കൺട്രോൾ പ്ലസ് 0 അല്ലേ. കൺട്രോൾ പ്ലസ് 0 നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, കൺട്രോൾ പ്ലസ് 0 നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലിയർ സ്ക്രീൻ അല്ലേ, സ്ക്രീന് ക്ലിയർ ചെയ്യേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ പ്ലസ് 0 യൂസ് ചെയ്യുന്നത്. പിന്നെ കൺട്രോൾ പ്ലസ് 1 ആണെങ്കിൽ പ്രോപ്പർട്ടി പാലറ്റി ആണ്. പിന്നെ കൺട്രോൾ പ്ലസ് 2 അല്ലേ, കൺട്രോൾ പ്ലസ് 2 നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസൈൻ സെൻറ്റർ പാലറ്റി ആണ്. കൺട്രോൾ പ്ലസ് 3 ആണെങ്കിൽ ടൂൾ പാലറ്റി. പിന്നെ അതുപോലെ തന്നെ കൺട്രോൾ പ്ലസ് 4 ആണെങ്കിൽ ഷീറ്റ് സെറ്റ് പാലറ്റ് ആണ്. പിന്നെ അതുപോലെ നെക്സ്റ്റ് വരുന്ന ഒന്നാണ് കൺട്രോൾ പ്ലസ് 6. കൺട്രോൾ പ്ലസ് 6 എന്താണ്, കൺട്രോൾ പ്ലസ് 6 DB കണക്ട് മാനേജർ ആണ്. കൺട്രോൾ പ്ലസ് 7 മേക്കപ്പ് സെറ്റ് മാനേജർ പാലറ്റി ആണ്, മാർക്കപ്പ് സെറ്റ് മാനേജ് പാലറ്റ് ആണ്. കൺട്രോൾ പ്ലസ് 8 ക്യുക്ക് കാൽക്കാണ്. കഴിഞ്ഞ എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, എക്സാം എഴുതിയവർക്ക് അറിയേണ്ട കൺട്രോൾ പ്ലസ് 8 എന്താണെന്ന് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൺട്രോൾ പ്ലസ് 9 കമാൻഡ് ലൈൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇപ്പം ഇന്നിപ്പം കൺട്രോൾ പ്ലസ് 8 ആണ് ചോദിച്ചതെങ്കിൽ നാളെ ഇപ്പോൾ ഏതെങ്കിലും എക്സാമിന് വേറെ ഏത് വേണമെങ്കിലും ചോദിക്കാം അല്ലേ. അപ്പം നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് പഠിക്കുക. പിന്നെ അത് റിവൈസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്തായാലും മെമ്മറിയിൽ നിൽക്കുന്നതായിരിക്കും. ഫസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. പിന്നെ ഞങ്ങൾ എത്രത്തോളം റിവൈസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും മൈൻഡിൽ സെറ്റ് ആവുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് AutoCAD 2D റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ തന്നെ പറയാനേ ഉള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ക്ലിയർ ആവുക. ഇനി നമുക്ക് നെക്സ്റ്റ് 3D മോഡലിംഗ് എന്നുള്ളൊരു സെക്ഷനിലേക്ക് പോവാം. 3D മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളിപ്പം വരയ്ക്കുന്ന ഒരു കാര്യം 2Dയിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഒരു 2D ആണ്. ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ ഒക്കെ ഒരു 2D ആണ് അല്ലേ. പിന്നെ നമ്മൾ ഇതിനൊരു 3Dയിലേക്ക് ആക്കുകയാണ്. 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഈ ഒരു സ്ക്വയറിനെ തന്നെ നമ്മൾ ഇതിൻ്റെ ഇതേ രീതിയിൽ അല്ലേ 3 ഡയമെൻഷനലായിട്ട് നമുക്കതിനെ മാറ്റുകയാണെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് നോക്കാനുള്ളത്. ഫസ്റ്റ് തന്നെ 3D മോഡലിങ്ങിൽ നോക്കാനുള്ള ഒന്നാണ് മെഷ് മോഡലിംഗ് അല്ലേ. മെഷ് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് നമുക്ക് 3D മോഡലിംഗ് എന്താണെന്ന് ജസ്റ്റ് പറയാം. 3D മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് 3D മോഡലിംഗ് എന്ന് ജസ്റ്റ് എഴുതാം. 3D മോഡലിംഗ് അല്ലേ, 3D മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, 3D മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് അല്ലേ, പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് 3D objects using the AutoCAD സോഫ്റ്റ്വെയർ അല്ലേ. AutoCAD സോഫ്റ്റ്വെയർ ആണ് 3D മോഡലിംഗ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ. അത് ബേസിക്കായിട്ട് മനസ്സിലാക്കി വെക്കുക, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ 3D മോഡലിങ്ങിൻ്റെ സെവറൽ ടൈപ്സ് അല്ലേ. ഏതൊക്കെയാണ് സെവറൽ ടൈപ്സ് വരുന്നത്, ഒന്നാണ്
സോളിഡ്, അതുപോലെ തന്നെ സർഫസ്, മെഷ് മോഡലിംഗ് അല്ലേ, ഈ ഒരു ടൈപ്പ് മോഡലിംഗ് ഒക്കെ നമുക്ക് 3D വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാനുള്ളത് മെഷ് മോഡലിംഗ് ആണ്. മെഷ് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സ്കെൽട്ടൺ പോലെ ഉണ്ടാക്കുന്നത് അല്ലേ. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ചുന്നെ പറഞ്ഞ ആ ഒരു സ്ക്വയർ എടുക്കുകയാണ്, ക്യൂബ് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്യൂബിനെ നമ്മൾ സ്കെൽട്ടൺ പോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ ഒരു മെഷ് മോഡലിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു സ്കെൽട്ടൺ പോലെ മാത്രമായിട്ട് അതിൻ്റെ ആ ഒരു സ്കെൽട്ടൺ ആണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ മെഷ് മോഡലിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മെഷ് മോഡലിങ്ങിൻ്റെ പിക്ചറാണ് കേട്ടോ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ സർക്കിൾ ആണെങ്കിൽ അതിൻ്റെ ഒരു സ്കെൽട്ടൺ പോലെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതിനെയാണ് നമ്മൾ മെഷ് മോഡലിംഗ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പം എന്താണ് മെഷ് മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെഷ് മോഡൽ കൺസിസ്റ്റ് ഓഫ് മെഷ് മോഡലിംഗ് കൺസിസ്റ്റ് ഓഫ് വേർട്ടിസസ് ആണ് കേട്ടോ. ഇത് വേർട്ടിസസ്, എഡ്ജസ് ആൻഡ് ഫേസസ് ദാറ്റ് യൂസ് പോളിഗണൽ റെപ്രസെൻറ്റേഷൻ ആണ്, ഇൻക്ലൂഡിങ് ട്രയാങ്കിൾ ആൻഡ് കോർഡ്സ് അല്ലേ, ടു ഡിഫൈൻ 3D ഷേപ്പ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പറഞ്ഞ പോലെ 2D ഷേപ്പ് അല്ല 3D ഷേപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. അതൊരു സ്കെൽട്ടൺ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. സ്കെൽട്ടൺ റെപ്രസെൻറ്റേഷൻ എന്നും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഓർത്ത് വെക്കുക. സ്കെൽട്ടൺ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും ഇതിനുണ്ടാവുക. സ്കെൽട്ടൺ റെപ്രസെൻറ്റേഷൻ അല്ലേ, സ്കെൽട്ടൺ റെപ്രസെൻറ്റേഷൻ എന്നും കൂടെ ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ ഫസ്റ്റ് മെഷ് മോഡലിംഗ് പറഞ്ഞു അല്ലേ. മെഷ് മോഡലിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നോക്കാനുള്ളത് ഏതാണ്? സർഫസ് മോഡലിംഗ് ആണ് കേട്ടോ. നമ്മളിപ്പം 3 മോഡലിംഗിൻ്റെ പറഞ്ഞില്ലേ, അതിൽ ഫസ്റ്റ് മെഷ് മോഡലിംഗ്. സർഫസ് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു ക്യൂബ് ഉണ്ടാക്കി അല്ലേ, ഇവിടെ ഇതാണ് ക്യൂബ് ഉണ്ടാക്കിയത്. ഈ ക്യൂബിനെ നമ്മൾ ഒരു പേപ്പർ വെച്ച് കവർ ചെയ്യാണ്. അപ്പോൾ അതാണ് നമ്മൾ മെഷ് മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മളിങ്ങനെ കവർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മെഷ് മോഡലിംഗ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഇതേ രീതിയിൽ ഇങ്ങനെ കംപ്ലീറ്റ് കവർ ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ മെഷ് മോഡലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ അപ്പം നമ്മളൊരു ക്യൂബ് മാറ്റി വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ ഈ ഒരു ക്യൂബിനെ നമ്മളിവിടെ ഇങ്ങനെ കവർ ചെയ്യുകയാണ്. ഇതേ രീതിയിൽ ഇങ്ങനെ കവർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മെഷ് മോഡലിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് അതിൻ്റെ ഔട്ടർ മാത്രം നമ്മൾ കവർ ചെയ്തിട്ടേ ഉള്ളൂ. അതാണ് മെഷ് മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മെഷ് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ, എ സർഫസ് മോഡൽ ഈസ് ദ തിൻ ഷെൽ ദാറ്റ് ഡസ് നോട്ട് ഹാവ് മാസ് ഓർ വോളിയം അല്ലേ. ഇതിന് മാസും വോളിയം ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ആ ഒരു തിൻ ഷെല്ലായിരിക്കും അല്ലേ. അപ്പം അതാണ് നമ്മൾ സർഫസ് മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പം അത് ഓർത്ത് വെക്കുക. ഇതിന് മാസും വോളിയം ഒന്നും ഇല്ല എന്നുള്ളതാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അല്ലേ. മാസ് ഓർ വോളിയമാണ് ഓർത്ത് വെക്കുക. അപ്പോൾ സർഫസ് മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതൊരു സ്കെൽട്ടൺ പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ ആ സ്കെൽട്ടനെ നമ്മൾ കവർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് തേർഡ് വണ്ണ് നോക്കാനുള്ളതാണ് സോളിഡ് മോഡലിംഗ് അല്ലേ. സോളിഡ് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊന്നൊരു സ്ക്വയർ പറഞ്ഞു അല്ലേ. സ്ക്വയർ ഇതുപോലെ ക്യൂബ് പറഞ്ഞു. അപ്പം ഈ ഒരു ക്യൂബിനെ നമ്മൾ കവർ ചെയ്ത് അല്ലേ. കവർ ചെയ്തെങ്കിലും ഇതിൻ്റെ ഉള്ളിലും കൂടെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന ഒരു സോളിഡ് ഒബ്ജക്റ്റ് ആയിട്ട് അതിനെ മാറ്റുന്നതിനെയാണ് നമ്മൾ ഈ ഒരു സോളിഡ് മോഡലിംഗ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കംപ്ലീറ്റ് ഇതിനൊരു സോളിഡ് ആക്കിയിട്ട് മാറ്റുകയാണ്. അപ്പം അതിനെയാണ് നമ്മൾ സോളിഡ് മോഡലിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഔട്ടർ മാത്രമല്ല കംപ്ലീറ്റ് ഇതിന് മാസും വോളിയും ഒക്കെ ഉണ്ടാവും. അപ്പം ആ ഒരു ടൈപ്പിനെയാണ് നമ്മൾ സോളിഡ് എന്ന് പറയുന്നത്. സോളിഡ് നമുക്ക് അറിയണ്ടാവില്ല, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല എന്താണ് സോളിഡ് എന്നുള്ളത്. അപ്പം ഇതിനെയാണ് നമ്മൾ സോളിഡ് മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് സോളിഡ് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ, a solid model is a volume that represents in a 3D object and has properties such as mass, center of gravity and moment of inertia അല്ലേ. അപ്പം ഇതൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ സോളിഡ് മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിപ്പം 3D സോളിഡ് അല്ലേ, ഇത് 3D സർഫസ് ആണ്, ഇത് 3D മെഷ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളതാണ്. വേറൊരു എക്സാമ്പിളും കൂടെ കാണിച്ചു തരാം. ഇതിപ്പം മെഷ് അല്ലേ. മെഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കെൽട്ടൺ രൂപത്തിലാണ് അല്ലേ ഇവിടെ ഉള്ളത്. എന്നിട്ട് നമ്മൾ ഇതിനെ ഒരു പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് അതിൻ്റെ സർഫസ് മോഡലിംഗ് ആക്കി മാറ്റുന്നു. പിന്നെ അതിന് മാസും പിന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഒക്കെ വരുന്ന രീതിയിൽ അതിനൊരു സോളിഡ് ആക്കി നമ്മൾ മാറ്റുന്നു അല്ലേ. അപ്പം ഈ ഒരു 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു 3D മോഡലിങ്ങിൻ്റെത് ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക്
നെക്സ്റ്റ് ഒരു കാര്യം നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഓട്ടോക്യാഡിൻ്റെ തന്നെ ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും ഒക്കെയാണ്. അപ്പം ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും ഒക്കെയാണ് നോക്കാനുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ്? ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത് അല്ലേ? അപ്പം അതിനെയാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ഇൻഫർമേഷൻസ് പുറത്തേക്ക് കിട്ടുന്നത് അല്ലേ? ഇപ്പോൾ പ്രിന്റർ വഴി ഒരു പേപ്പർ പ്രിന്റ് ചെയ്തെടുക്കുന്നത് അല്ലേ? അപ്പം അതിനെയാണല്ലേ നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കീബോർഡ് അല്ലേ? കീബോർഡിൽ നിന്നാണ് നമ്മൾ ഓരോ ഫങ്ഷണൽ കീസും ഓരോ കീസും ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നത് അല്ലേ? അപ്പം അതാണ് ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പം എല്ലാവർക്കും അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പം എല്ലാവർക്കും അത് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് എന്താണ് ഇൻപുട്ടും ഔട്ട്പുട്ടും എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് എഴുതി കാണിച്ചു തരാം. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് അല്ലേ? ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം എന്താണ് ഇൻപുട്ടും ഔട്ട്പുട്ടും എന്നല്ലേ? ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് അല്ലേ? ഇൻപുട്ട് ഡിവൈസസ് allows users to send data to computer അല്ലേ? സെൻഡ് ഡാറ്റ ടു എ കമ്പ്യൂട്ടർ ആണ്. അതിനെയാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. പിന്നെ ഔട്ട്പുട്ട് ഡിവൈസസ് അല്ലേ? എന്താണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്? ഔട്ട്പുട്ട് ഡിവൈസസ് allows a computer to send information back to the user അല്ലേ? back to the user. അപ്പം മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഡെഫിനേഷൻ പറഞ്ഞേ ഉള്ളൂ. ഇനി നമുക്ക് ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസും ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്ക്, ഇത് കോമൻ്റ് കേട്ടോ. കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്ക്, ട്രാക്ക് ബോൾ, ട്രാക്ക് പാഡ്, ട്രാക്ക് പോയിന്റ്, ലൈറ്റ് പെന്ന്, ടച്ച് സ്ക്രീന്, ഒപ്റ്റിക്കൽ സ്കാനർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ അല്ലേ? ആ ഒരു OMR ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, അതുപോലെ തന്നെ ബാർകോഡ് റീഡർ, പിന്നെ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ, പിന്നെ അതുപോലെ തന്നെ റീഡർ അല്ലേ? പിന്നെ അതുപോലെ തന്നെ സ്മാർട്ട് കാർഡ് റീഡർ ഉണ്ട്, മൈക്രോഫോൺ ഉണ്ട്, ഡിജിറ്റൽ ക്യാമറ ഉണ്ട്, വെബ് ക്യാമറ ഉണ്ട്. ഇതൊക്കെ ഇൻപുട്ട് ഡിവൈസസിൽ വരുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാം അല്ലേ? ഇനി നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ട് വരുന്നതാണ് മോണിറ്റർ, പ്രിന്റർ, പ്ലോട്ടർ, സ്പീക്കർ, പ്രൊജക്ടർ. അപ്പം ഇത്രയും ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് വരുന്നത്. ഇതും പേരുകൾ പഠിച്ചു വെക്കുക. അപ്പം ബേസിക് ആയിട്ട് നമുക്ക് എന്താണ് ഇൻപുട്ട് എന്താണ് ഔട്ട്പുട്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പം തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പം പിന്നെ ചില കാര്യങ്ങൾ പേരാണ് അല്ലേ? ഇപ്പം നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസസിൽ ഓൾമോസ്റ്റ് ഇതൊക്കെ പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇൻപുട്ട് ഡിവൈസസ് ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കണം അല്ലേ? ഇപ്പം ഓരോന്ന് ഇപ്പോൾ ലൈറ്റ് പെന്നൊക്കെ ആണെങ്കിൽ നമുക്കതൊരു ഇൻപുട്ട് ഡിവൈസസ് ആണ്, നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്നൊക്കെ ബേസിക് ആയിട്ട് നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ മനസ്സിലാവണം. അപ്പം അതാണ് നമ്മൾ ഈ ഒരു ജസ്റ്റ് കാര്യങ്ങൾ ഇതിലൂടെ ഒന്ന് ഓടിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല എക്സാം ഹാളിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഇൻപുട്ട് ഡിവൈസസ് ഏതാണ്, ഔട്ട്പുട്ട് ഡിവൈസസ് ഏതാണെന്നൊക്കെ. ഇനി നമുക്ക് അറിയേണ്ട വേറൊരു കാര്യമാണ് ഇവിടെ തന്നെ വരുന്ന ബൈനറി ഡിജിറ്റ്സ് അല്ലേ? ബൈനറി ഡിജിറ്റ് അബ്രവിയേഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങളിപ്പം ഒരു ഫോൺ വാങ്ങുകയാണെങ്കിൽ ഫോണിൽ എത്ര GB ആണുള്ളത്, അല്ലെങ്കിൽ അതിൽ മെമ്മറി കാർഡ് വാങ്ങുകയാണെങ്കിൽ എത്ര MB ആണുള്ളത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അല്ലേ? അപ്പം അതും കൂടെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. അതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പം ബൈനറി ഡിജിറ്റ്സ് അബ്രവിയേഷൻ അല്ലേ? ആസ് ബിറ്റ്സ് ആണ് വരുന്നത്. അതിൽ 1 നിബിൾ അല്ലേ? 1 നിബിൾ എന്ന് പറഞ്ഞാൽ 4 ബൈറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 4 ബിറ്റ്സ് ആണ് വരുന്നത്. പിന്നെ 1 ബൈറ്റ് അല്ലേ? 1 ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1 ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റ്സ് ആണ്. 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്സ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 1 കിലോ ബൈറ്റ് അല്ലേ?
1 കിലോബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 KB അല്ലേ. 1 KB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1024 ബൈറ്റ്സ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് 1 മെഗാബൈറ്റ് അല്ലേ. 1 MB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1024 കിലോ ബൈറ്റ് ആണ് വരുന്നത്. KB MB എന്നൊക്കെ നമുക്ക് ഫെമിലിയർ ആയിരിക്കും, പക്ഷെ ഈ ഒരു കൺവേർഷൻ അറിഞ്ഞിരിക്കാം. പിന്നെ 1 ജിഗാബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1 GB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1024 MB ആണ് വരുന്നത്. പിന്നെ 1 ടെറാബൈറ്റ് അല്ലെ, 1 TB അല്ലെ. 1 TB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1024 ജിഗാബൈറ്റ് ആണ് വരുന്നത്. ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പം ഏതൊക്കെയാണ് എത്രയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് എന്തായാലും അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഇവിടെ നോക്കേണ്ട ഒരു കാര്യമാണ് ഫയൽ എക്സ്റ്റൻഷൻസ് അല്ലേ. നമ്മളിപ്പം ഓട്ടോക്യാഡിൽ കുറേ ഫയൽ എക്സ്റ്റൻഷൻസ് ഉണ്ട് അല്ലേ. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നോക്കി വെക്കണം. ഏതൊക്കെ ഫയൽ എക്സ്റ്റൻഷൻസ് എന്തിനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫയൽ എക്സ്റ്റൻഷൻസ് ഏതൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് .dwg അല്ലേ. .dwg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡ്രോയിങ് ഓർ ബ്ലോക്ക് ഫയലിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫയൽ എക്സ്റ്റൻഷൻ ആണ് .dwg എന്ന് പറയുന്നത്. പിന്നെ .dwt ആണെങ്കിൽ ഇവിടെ ടി ഉണ്ട് അല്ലേ. ടി ടെംപ്ലേറ്റ് ആണ് വരുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് പഠിക്കുന്നത് നന്നായിരിക്കും. പിന്നെ .dws അല്ലേ. .dws എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയിങ് സ്റ്റാൻഡേർഡ് ഫയലാണ്. പിന്നെ .dwf ആണെങ്കിൽ ഡ്രോയിങ് വെബ് ഫയലാണ്. പിന്നെ .dxf ആണെങ്കിൽ ഡ്രോയിങ് ഇന്റർചേഞ്ച് ഫയലാണ്. പറഞ്ഞിരിക്കുക. നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഓട്ടോക്യാഡിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷൻ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഈ ഒരു ക്ലാസ് പ്രകാരമാണ് പഠിച്ചു വരുന്നതെങ്കിൽ, ഇൻ കേസ് നിങ്ങൾ ഈ ക്ലാസ് കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു 8 ക്ലാസ്സും കണ്ടതിന് ശേഷം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെക്ഷനും കൂടെ നോക്കി നോക്കുക. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്നതിന്റെ കൂടെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഷോർട്ട് നോട്ട്സ് ഡെയിലി നിങ്ങൾ നോട്ട് എഴുതുകയാണെങ്കിൽ അന്ന് തന്നെ ഷോർട്ട് നോട്ട് എഴുതി പോവുക. അല്ലാണ്ട് നിങ്ങൾ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങളത് മടിച്ചിട്ട് ഷോർട്ട് നോട്ട് എഴുതുന്നത് മിസ്സാക്കും അല്ലേ. നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് എഴുതി കഴിഞ്ഞാലേ ഉള്ളൂ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആ ഒരു ഷോർട്ട് നോട്ട് ആകുമ്പോൾ നമ്മൾ നോട്ട് പഠിക്കുന്ന അത്ര ഒരു ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. അതിൻ്റെ ഒരു പകുതി സമയം പോലും വേണ്ടി വരില്ല അല്ലേ. അതിൻ്റെ 1/4 ഭാഗം പോലും നമുക്ക് പഠിക്കാൻ വേണ്ടി വരില്ല. അപ്പം അത് എഴുതി തന്നെ നോക്കിയാലേ നിങ്ങൾക്ക് അതിൻ്റെ പ്രയോറിറ്റി, അത് ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓട്ടോക്യാഡിൻ്റെ ക്ലാസ് ഇത്രയാണ്. നമ്മൾ ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് ഓട്ടോക്യാഡിൻ്റെ ഇതിപ്പോൾ ഫൈനൽ ക്ലാസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോവാം. പിന്നെ നമ്മളിപ്പോൾ RCCൻ്റെ ക്ലാസ്സിൽ അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, എല്ലാവർക്കും താങ്ക്